ലോഗോസ് ക്വിസ് 2025 എല്ലാ പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിയുള്ള റിവിഷൻ ടെസ്റ്റ്. ചോദ്യം: ആരുടെ പിൻതലമുറയാണ് നിത്യനിന്ദയ്ക്ക് പാത്രമാകുന്നത്? ഓപ്ഷൻസ്: എ. വ്യാജം പറയുന്നവന്റെ പിൻതലമുറ, ബി. ദാസന്മാരുടെ പിൻതലമുറ, സി. പാപികളുടെ പിൻതലമുറ. ഉത്തരം ഓപ്ഷൻ സി, പാപികളുടെ പിൻതലമുറ. ചോദ്യം: ആരാണ് ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നത്? ഓപ്ഷൻസ്: എ. പാപിയായവൻ, ബി. ദൈവഭയമില്ലാത്തവൻ, സി. അനീതി പ്രവർത്തിക്കുന്നവൻ. ഉത്തരം ഓപ്ഷൻ ബി, ദൈവഭയമില്ലാത്തവൻ. ചോദ്യം: എന്തിൽ ശ്രദ്ധാലുവായിരിക്കാനാണ് പ്രഭാഷകൻ ഉപദേശിക്കുന്നത്? ഓപ്ഷൻസ്: എ. സത്കീർത്തിയിൽ, ബി. നിഗൂഢജ്ഞാനത്തിൽ, സി. സന്മാർഗത്തിൽ. ഉത്തരം ഓപ്ഷൻ എ, സത്കീർത്തിയിൽ. ചോദ്യം: പ്രഭാഷകൻ 41:13 അനുസരിച്ച് പൂരിപ്പിക്കുക. നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതമത്രേ, എന്നാൽ ഡാഷ് ശാശ്വതവും. ഓപ്ഷൻസ്: എ. സത്കീർത്തി, ബി. രക്ഷ, സി. സമാധാനം. ഉത്തരം ഓപ്ഷൻ എ, സത്കീർത്തി. ചോദ്യം: ആരുടെ മുമ്പിൽ അസന്മാർഗിയായിരിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഓപ്ഷൻസ്: എ. പിതാവിന്റെയോ മാതാവിന്റെയോ മുമ്പിൽ, ബി. സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ, സി. പ്രഭുവിന്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ. ഉത്തരം ഓപ്ഷൻ എ, പിതാവിന്റെയോ മാതാവിന്റെയോ മുമ്പിൽ. ചോദ്യം: ആരാണ് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദം? ഓപ്ഷൻസ്: എ. അറിവില്ലാത്തവൻ, ബി. വിവേകമില്ലാത്തവൻ, സി. വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവൻ. ഉത്തരം ഓപ്ഷൻ സി, വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവൻ. ചോദ്യം: പ്രഭാഷകൻ 41:19 പ്രകാരം ലജ്ജാകരമായത് എന്ത്? ഓപ്ഷൻസ്: എ. വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നത്, ബി. സ്വന്തം സ്ഥലത്തു നിന്ന് മോഷ്ടിക്കുന്നത്, സി. സമൂഹത്തിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി, സ്വന്തം സ്ഥലത്തു നിന്ന് മോഷ്ടിക്കുന്നത്. ചോദ്യം: വചനം വഴി നിർവഹിക്കപ്പെടുന്നത് എന്ത്? ഓപ്ഷൻസ്: എ. കർത്താവിന്റെ മഹത്വം, ബി. കർത്താവിന്റെ നീതി, സി. കർത്താവിന്റെ പ്രവർത്തികൾ. ഉത്തരം ഓപ്ഷൻ സി, കർത്താവിന്റെ പ്രവർത്തികൾ. ചോദ്യം: എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: എ. കർത്താവിന്റെ അനുഗ്രഹം, ബി. കർത്താവിന്റെ മഹത്വം, സി. കർത്താവിന്റെ വിശ്വസ്തത. ഉത്തരം ഓപ്ഷൻ ബി, കർത്താവിന്റെ മഹത്വം. ചോദ്യം: കർത്താവ് നിരീക്ഷിക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: എ. കാലത്തിന്റെ സൂചനകൾ, ബി. മനുഷ്യന്റെ പ്രവർത്തികൾ, സി. കാലത്തിന്റെ നിഗൂഢതകൾ. ഉത്തരം ഓപ്ഷൻ എ, കാലത്തിന്റെ സൂചനകൾ. ചോദ്യം: കർത്താവ് പ്രഖ്യാപിക്കുന്നതെന്ത്? ഓപ്ഷൻസ്: എ. രക്ഷയും ശിക്ഷയും, ബി. നന്മയും തിന്മയും, സി. ഭൂതവും ഭാവിയും. ഉത്തരം ഓപ്ഷൻ സി, ഭൂതവും ഭാവിയും. ചോദ്യം: എന്താണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്? ഓപ്ഷൻസ്: എ. മഹത്തായ കാര്യങ്ങൾ, ബി. നിഗൂഢ രഹസ്യങ്ങൾ, സി. അവിടുത്തെ പദ്ധതികൾ. ഉത്തരം ഓപ്ഷൻ ബി, നിഗൂഢ രഹസ്യങ്ങൾ. ചോദ്യം: പ്രഭാഷകൻ 42:20 സമാനമായ സങ്കീർത്തന ഭാഗമേത്? ഓപ്ഷൻസ്: എ. സങ്കീർത്തനം 139:1-4 വരെ, ബി. സങ്കീർത്തനം 42:1-4 വരെ, സി. സങ്കീർത്തനം 39:11-14 വരെ. ഉത്തരം ഓപ്ഷൻ എ, സങ്കീർത്തനം 139:1-4 വരെ. ചോദ്യം: സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നത് ആര്? ഓപ്ഷൻസ്: എ. മകൻ, ബി. മകൾ, സി. മാതാവ്. ഉത്തരം ഓപ്ഷൻ ബി, മകൾ. ചോദ്യം: ചൂടുകൊണ്ട് ദഹിക്കുന്നതെന്ത്? ഓപ്ഷൻസ്: എ. സമുദ്രങ്ങൾ, ബി. പർവ്വതങ്ങൾ, സി. താഴ്വരകൾ. ഉത്തരം ഓപ്ഷൻ ബി, പർവ്വതങ്ങൾ. ചോദ്യം: ചൂടുകൊണ്ട് വരളുന്നത് എന്ത്? ഓപ്ഷൻസ്: എ. മരുഭൂമി, ബി. ഭൂമി, സി. ജീവജാലങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ, മരുഭൂമി. ചോദ്യം: അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുന്നത് എന്ത്? ഓപ്ഷൻസ്: എ. പുഷ്പങ്ങൾ, ബി. ഫലങ്ങൾ, സി. സസ്യങ്ങൾ.
ഉത്തരം ഓപ്ഷൻ സി സസ്യങ്ങൾ. ചോദ്യം, സമുദ്രത്തിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നത് ആര്? ഓപ്ഷൻസ് എ സമുദ്ര സഞ്ചാരികൾ, ബി സഞ്ചാരികൾ, സി വിനോദ സഞ്ചാരികൾ. ഉത്തരം ഓപ്ഷൻ എ സമുദ്ര സഞ്ചാരികൾ. ചോദ്യം, എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എങ്ങനെ? ഓപ്ഷൻസ് എ അവിടുത്തെ കൽപ്പനയാൽ, ബി അവിടുത്തെ വചനത്താൽ, സി അവിടുത്തെ ശക്തിയാൽ. ഉത്തരം ഓപ്ഷൻ ബി അവിടുത്തെ വചനത്താൽ. ചോദ്യം, എല്ലാറ്റിൻ്റെയും സാരം എന്താണ്? ഓപ്ഷൻസ് എ എല്ലാറ്റിൻ്റെയും സാരം ഇതാണ്, അവിടുന്നാണ് സൃഷ്ടാവ്. ബി എല്ലാറ്റിൻ്റെയും സാരം ഇതാണ്, അവിടുന്നാണ് സർവവും. സി എല്ലാറ്റിൻ്റെയും സാരം ഇതാണ്, അവിടുന്നാണ് സർവശക്തൻ. ഉത്തരം ഓപ്ഷൻ ബി എല്ലാറ്റിൻ്റെയും സാരം ഇതാണ്, അവിടുന്നാണ് സർവവും. ചോദ്യം, ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നത് എന്ത്? ഓപ്ഷൻസ് എ അത്ഭുത ദിനങ്ങൾ, ബി സന്തോഷ ദിനങ്ങൾ, സി ഉത്സവ ദിനങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി ഉത്സവ ദിനങ്ങൾ. ചോദ്യം, സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ കുറിച്ചാണ്? ഓപ്ഷൻസ് എ രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും കുറിച്ച്, ബി മഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയും കുറിച്ച്, സി ബലശാലികളെയും കീർത്തിയുറ്റവരെയും കുറിച്ച്. ഉത്തരം ഓപ്ഷൻ ബി മഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയും കുറിച്ച്. ചോദ്യം, എല്ലാ തലമുറകൾക്കും അനുതാപത്തിന്റെ മാതൃക ആയിരിക്കുന്നത് ആര്? ഓപ്ഷൻസ് എ മോശ, ബി ഹെനോക്ക്, സി അബ്രാഹാം. ഉത്തരം ഓപ്ഷൻ ബി ഹെനോക്ക്. ചോദ്യം, വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അവൻ ആര്? ഓപ്ഷൻസ് എ നോഹ, ബി യാക്കോബ്, സി ഇസഹാക്ക്. ഉത്തരം ഓപ്ഷൻ എ നോഹ. ചോദ്യം, സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചത് ആര്? ഓപ്ഷൻസ് എ ഇസഹാക്ക്, ബി അബ്രാഹാം, സി നോഹ. ഉത്തരം ഓപ്ഷൻ ബി അബ്രാഹാം. ചോദ്യം, അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും. അവ എന്ത്? ഓപ്ഷൻസ് എ കൽപ്പനകൾ, ബി വാഗ്ദാനങ്ങൾ, സി ഉടമ്പടികൾ. ചോദ്യം, യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് ഡാഷ് കർത്താവ് ഉയർത്തി. ഓപ്ഷൻസ് എ ശക്തനായ ഒരുവനെ, ബി കാരുണ്യവാനായ ഒരുവനെ, സി നീതിമാനായ ഒരുവനെ. ഉത്തരം ഓപ്ഷൻ ബി കാരുണ്യവാനായ ഒരുവനെ. ചോദ്യം, ആരുടെ സന്നിധിയിലാണ് കർത്താവ് മോശയെ സമുന്നതനാക്കിയത്? ഓപ്ഷൻസ് എ പ്രവാചകന്മാർക്ക് മുൻപിൽ, ബി ജനങ്ങൾക്ക് മുൻപിൽ, സി രാജാക്കന്മാരുടെ സന്നിധിയിൽ. ഉത്തരം ഓപ്ഷൻ സി രാജാക്കന്മാരുടെ സന്നിധിയിൽ. ചോദ്യം, കർത്താവ് മോശയെ മഹത്വത്തിൽ ആർക്ക് സമനാക്കി? ഓപ്ഷൻസ് എ ദൈവദൂതന്മാർക്ക്, ബി കർത്താവിൻ്റെ സൈന്യത്തിന്, സി കർത്താവിൻ്റെ സൃഷ്ടികൾക്ക്. ഉത്തരം ഓപ്ഷൻ എ ദൈവദൂതന്മാർക്ക്. ചോദ്യം, കർത്താവ് നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിൻ്റെ പൗരോഹിത്യം നൽകുകയും ചെയ്തത് ആർക്ക്? ഓപ്ഷൻസ് എ ജോഷുവയ്ക്ക്, ബി അഹറോന്, സി മോശയ്ക്ക്. ഉത്തരം ഓപ്ഷൻ ബി അഹറോന്. ചോദ്യം, പ്രഭാഷകൻ 45:25 അനുസരിച്ച് പൂരിപ്പിക്കുക. യൂദാ ഗോത്രജനായ ഡാഷ് ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. ഓപ്ഷൻസ് എ രാജാവായ, ബി ശക്തനായ, സി ജസ്സയുടെ പുത്രൻ. ഉത്തരം ഓപ്ഷൻ സി ജസ്സയുടെ പുത്രൻ. ചോദ്യം, പ്രഭാഷകൻ 46:2 അനുസരിച്ച് പൂരിപ്പിക്കുക. ഡാഷ് വാൾ ഉയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു? ഓപ്ഷൻസ് എ രാജാക്കന്മാർക്കെതിരെ, ബി നഗരങ്ങൾക്കെതിരെ, സി സൈന്യങ്ങൾക്കെതിരെ. ഉത്തരം ഓപ്ഷൻ ബി നഗരങ്ങൾക്കെതിരെ. ചോദ്യം, ആരുടെ കരമാണ് സൂര്യനെ തടഞ്ഞ് നിർത്തിയത്? ഓപ്ഷൻസ് എ അഹറോന്റെ, ബി ജോഷുവയുടെ, സി നോഹയുടെ. ഉത്തരം
ഓപ്ഷൻ ബി ജോഷുവയുടെ. ചോദ്യം: ഉന്നതനായ കർത്താവ് എങ്ങനെയാണ് ജോഷുവയ്ക്ക് ഉത്തരമരുളിയത്? ഓപ്ഷൻസ് എ ശക്തമായ കൊടുങ്കാറ്റ് അയച്ച്, ബി ശക്തമായ കന്മഴ അയച്ച്, സി ശക്തമായ മൂടൽമഞ്ഞ് അയച്ച്. ഉത്തരം ഓപ്ഷൻ ബി ശക്തമായ കന്മഴ അയച്ച്. ചോദ്യം: യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും ആയിരുന്നത് ആര്? ഓപ്ഷൻസ് എ മോശയുടെ സഹോദരൻ അഹറോൻ, ബി നൂനിന്റെ പുത്രൻ ജോഷുവ, സി എലയാസറിന്റെ പുത്രൻ ഫിനെഹാസ്. ഉത്തരം ഓപ്ഷൻ ബി നൂനിന്റെ പുത്രൻ ജോഷുവ. ചോദ്യം: ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവരുടെ അവകാശം നേടിക്കൊടുത്തത് ആര്? ഓപ്ഷൻസ് എ ജോഷുവ, ബി മോശ, സി അഹറോൻ. ഉത്തരം ഓപ്ഷൻ എ ജോഷുവ. ചോദ്യം: പ്രഭാഷകൻ 46:2 അനുസരിച്ച് ചോദ്യം: അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ഒരു ദിവസത്തിന് ഡാഷ് ദൈർഘ്യമുണ്ടായില്ലേ? ഓപ്ഷൻസ് എ 2 ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ, ബി 3 ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ, സി 5 ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ? ഉത്തരം ഓപ്ഷൻ എ 2 ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ. ചോദ്യം: ഏത് പ്രവാചകനാണ് നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും പ്രവചിച്ചത്? ഓപ്ഷൻസ് എ നാഥാൻ, ബി എസക്കിയേൽ, സി സാമുവൽ. ഉത്തരം ഓപ്ഷൻ സി സാമുവൽ. ചോദ്യം: ദാവീദ് എന്തിനോടുകൂടിയാണ് ചെമ്മരിയാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ കളിയാടിയത്? ഓപ്ഷൻസ് എ സർപ്പങ്ങളോട്, ബി കരടികളോട്, സി മല്ലന്മാരോട്. ഉത്തരം ഓപ്ഷൻ ബി കരടികളോട്. ചോദ്യം: ദാവീദ് തുടച്ചു മാറ്റിയത് ആരെയാണ്? ഓപ്ഷൻസ് എ തൻ്റെ ദുഷ്ടരായ ജനത്തെ, ഓപ്ഷൻ ബി തൻ്റെ പുത്രന്മാരെ, സി ചുറ്റുമുള്ള ശത്രുക്കളെ. ഉത്തരം ഓപ്ഷൻ സി ചുറ്റുമുള്ള ശത്രുക്കളെ. ചോദ്യം: ആരാണ് ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തത്? ഓപ്ഷൻസ് എ ദാവീദ്, ബി സോളമൻ, സി നാഥാൻ. ഉത്തരം ഓപ്ഷൻ എ ദാവീദ്. ചോദ്യം: സോളമനെ കീഴ്പ്പെടുത്തിയത് എന്ത്? ഓപ്ഷൻസ് എ ധനം, ബി അഭിലാഷങ്ങൾ, സി ശത്രുക്കൾ. ഉത്തരം ഓപ്ഷൻ ബി അഭിലാഷങ്ങൾ. ചോദ്യം: അവന്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചരിച്ചു, അവൻ വഴി രാജാവിന്റെ ആയുസ് ദീർഘിച്ചു. അവൻ ആര്? ഓപ്ഷൻസ് എ യെശയ്യാ പ്രവാചകൻ, ബി സാമുവൽ പ്രവാചകൻ, സി നാഥാൻ പ്രവാചകൻ. ഉത്തരം ഓപ്ഷൻ എ യെശയ്യാ പ്രവാചകൻ. ചോദ്യം: ജനത്തെ മാനസാന്തരപ്പെടുത്തി പാപത്തിന്റെ മ്ലേച്ഛത നീക്കിക്കളഞ്ഞത് ആര്? ഓപ്ഷൻസ് എ സോളമൻ, ബി ദാവീദ്, സി ജോസിയ. ഉത്തരം ഓപ്ഷൻ സി ജോസിയ. ചോദ്യം: വലത്ത് കൈയിലെ മുദ്രമോതിരം പോലെ ആയിരുന്നു അവൻ. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻസ് എ കാലബിനെ കുറിച്ച്, ബി സെറുബാബേലിനെ കുറിച്ച്, സി സോളമനെ കുറിച്ച്. ഉത്തരം ഓപ്ഷൻ ബി സെറുബാബേലിനെ കുറിച്ച്. ചോദ്യം: പ്രഭാഷക ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഉപദേശങ്ങൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവനെ നയിക്കുന്നത് എന്ത്? ഓപ്ഷൻസ് എ കർത്താവിന്റെ ആത്മാവ്, ബി കർത്താവിന്റെ പ്രകാശം, സി കർത്താവിന്റെ ദൂതൻ. ഉത്തരം ഓപ്ഷൻ ബി കർത്താവിന്റെ പ്രകാശം. ചോദ്യം: വേശ്യാപുത്രനായിരുന്ന ന്യായാധിപൻ ആര്? ഓപ്ഷൻസ് എ സാംസൺ, ബി ജെഫ്ത, സി ജായിർ. ഉത്തരം ഓപ്ഷൻ ബി ജെഫ്ത. ചോദ്യം: ഇസ്രായേൽ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് അപേക്ഷിച്ചത് എന്ത്? ഓപ്ഷൻസ് എ നിങ്ങളുടെ ദേശവുമായി സഖ്യമുണ്ടാക്കാൻ ഞങ്ങളെ അനുവദിക്കണം, ബി നിങ്ങൾ ഞങ്ങളെ ശത്രുക്കളായി കാണരുത്, സി നിങ്ങളുടെ ദേശത്തു കൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണം. ഉത്തരം ഓപ്ഷൻ സി നിങ്ങളുടെ ദേശത്തു കൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണം. ചോദ്യം: സീഹോൻ ആരുടെ രാജാവായിരുന്നു? ഓപ്ഷൻസ് എ ഫിലിസ്തീനരുടെ
ബി അമോന്യരുടെ, സി ഇസ്രായേൽക്കാരുടെ. ഉത്തരം ഓപ്ഷൻ ബി അമോര്യരുടെ. ചോദ്യം യുദ്ധത്തിനൊരുങ്ങി സഫോണിലേക്ക് ചെന്നത് ആര്? ഓപ്ഷൻസ് എ എഫ്രായിംകാർ, ബി അമോന്യർ, സി ഫിലിസ്തീർ. ഉത്തരം ഓപ്ഷൻ എ എഫ്രായിംകാർ. ചോദ്യം ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തിയത് ആര്? ഓപ്ഷൻസ് എ ഇബ്സാൻ, ബി ജഫ്ത, സി എലോൻ. ഉത്തരം ഓപ്ഷൻ ബി ജഫ്ത. ചോദ്യം അബുദോന്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും സഞ്ചരിക്കാനായി എത്ര കഴുതകളാണ് ഉണ്ടായിരുന്നത്? ഓപ്ഷൻസ് എ 60 കഴുതകൾ, ബി 70 കഴുതകൾ, സി 80 കഴുതകൾ. ഉത്തരം ഓപ്ഷൻ ബി 70 കഴുതകൾ. ചോദ്യം സാംസൺ ഏത് ഗോത്രക്കാരനായിരുന്നു? ഓപ്ഷൻസ് എ ദാൻ ഗോത്രം, ബി ബെഞ്ചമിൻ ഗോത്രം, സി യൂദാ ഗോത്രം. ഉത്തരം ഓപ്ഷൻ എ ദാൻ ഗോത്രം. ചോദ്യം മനോവ എന്ന ആൾ താമസിച്ചിരുന്നത് എവിടെ? ഓപ്ഷൻസ് എ മഹനെ ദാനിൽ, ബി സോറായിൽ, സി ഗാസായിൽ. ഉത്തരം ഓപ്ഷൻ ബി സോറായിൽ. ചോദ്യം ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. ഈ കടങ്കഥ പറഞ്ഞത് ആര്? ഓപ്ഷൻസ് എ മിക്ക, ബി സാംസൺ, സി സാംസന്റെ 30 തോഴരിൽ ഒരാൾ. ഉത്തരം ഓപ്ഷൻ ബി സാംസൺ. ചോദ്യം സാംസൺ ഏത് മൃഗത്തെ ഉപയോഗിച്ചാണ് ഫിലിസ്തീനയുടെ ധാന്യവിളകളെ നശിപ്പിച്ചത്? ഓപ്ഷൻസ് എ സിംഹത്തെ, ബി കുറുനരികളെ, സി ചെന്നായ്ക്കളെ. ഉത്തരം ഓപ്ഷൻ ബി കുറുനരികളെ. ചോദ്യം ന്യായാധിപന്മാരുടെ പുസ്തകം എത്രാം അധ്യായത്തിലാണ് സാംസന്റെ കഥ പറയുന്നത്? ഓപ്ഷൻസ് എ ന്യായാധിപന്മാർ 11-12 അധ്യായങ്ങൾ, ബി ന്യായാധിപന്മാർ 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ, സി ന്യായാധിപന്മാർ 17 മുതൽ 20 വരെയുള്ള അധ്യായങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി ന്യായാധിപന്മാർ 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ. ചോദ്യം സാംസനെ ബന്ധിക്കുന്നതിന് വേണ്ടി ആരാണ് ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ടുവന്നത്? ഓപ്ഷൻസ് എ ദലീല, ബി ഫിലിസ്തീയ പ്രഭുക്കന്മാർ, സി ഫിലിസ്തീയ ചാരന്മാർ. ഉത്തരം ഓപ്ഷൻ ബി ഫിലിസ്തീയ പ്രഭുക്കന്മാർ. ചോദ്യം മേൽത്തട്ടിൽ ഏകദേശം എത്ര സ്ത്രീ പുരുഷന്മാരാണ് സാംസന്റെ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നത്? ഓപ്ഷൻസ് എ 30,000 സ്ത്രീ പുരുഷന്മാർ, ബി 30 സ്ത്രീ പുരുഷന്മാർ, സി 3000 സ്ത്രീ പുരുഷന്മാർ. ഉത്തരം ഓപ്ഷൻ സി 3000 സ്ത്രീ പുരുഷന്മാർ. ചോദ്യം നിന്റെ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക. ഇത് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ് എ ദലീല സാംസനോട് പറഞ്ഞു, ബി ഫിലിസ്തീയ പ്രഭുക്കന്മാർ സാംസനോട് പറഞ്ഞു, സി സാംസന്റെ ഭാര്യ സാംസനോട് പറഞ്ഞു. ഉത്തരം ഓപ്ഷൻ എ ദലീല സാംസനോട് പറഞ്ഞു. ചോദ്യം സാംസന്റെ ശക്തിയുടെ രഹസ്യം മനസ്സിലാക്കിയതിനു ശേഷം സാംസനെ ഓരോ പ്രാവശ്യവും ബന്ധിച്ചത് ആര്? ഓപ്ഷൻസ് എ ഫിലിസ്തീയ പ്രഭുക്കന്മാർ, ബി ദലീല, സി ദലീലയുടെ ദാസന്മാർ. ഉത്തരം ഓപ്ഷൻ ബി ദലീല. ചോദ്യം തന്റെ ശക്തി എങ്ങനെ കുറയ്ക്കാമെന്ന് രണ്ടാമത്തെ പ്രാവശ്യം സാംസൺ ദലീലയുടെ ചോദ്യത്തിന് കൊടുത്ത മറുപടി എന്ത്? ഓപ്ഷൻസ് എ ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ, ബി ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ട് ബന്ധിച്ചാൽ, സി തന്റെ 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ചാൽ. ഉത്തരം ഓപ്ഷൻ എ ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ. ചോദ്യം സാംസൺ സ്നേഹിച്ചിരുന്ന ദലീല താമസിച്ചിരുന്നത് എവിടെ? ഓപ്ഷൻസ് എ ഗാസായിൽ, ബി തിമ്നായിൽ, സി സോറേക്കു താഴ്വരയിൽ. ഉത്തരം ഓപ്ഷൻ സി സോറേക്കു താഴ്വരയിൽ. ചോദ്യം ഞാൻ നിനക്ക് എന്ത് നൽകിക്കൊള്ളാം എന്നാണ് മിക്ക തന്റെ അടുത്ത് വന്ന യൂദാ വംശജനായ ലേവിനോട് പറഞ്ഞത്? ഓപ്ഷൻസ് എ വർഷം തോറും 10 വെള്ളിനാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം, ബി ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകിക്കൊള്ളാം, സി വർഷം തോറും 200 വെള്ളിനാണയം നൽകിക്കൊള്ളാം. ഉത്തരം ഓപ്ഷൻ എ വർഷം തോറും 10 വെള്ളിനാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. ചോദ്യം
ദാൻ ഗോത്രക്കാരനായ കഴിവുറ്റ 5 പേരെ എവിടെ നിന്നാണ് ദാൻ ഗോത്രക്കാർ ദേശമൊറ്റു നോക്കുന്നതിന് അയച്ചത്? ഓപ്ഷൻസ് എ സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും, ബി എക്രോണിൽ നിന്നും ഗാദിൽ നിന്നും, സി ബദേലിൽ നിന്നും അത്താറോത്തിൽ നിന്നും. ഉത്തരം ഓപ്ഷൻ എ സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും. ചോദ്യം, ലായിഷിൽ താമസിക്കുന്ന ഇവർ ആരിൽ നിന്ന് അകലെ താമസിക്കുന്നുവെന്നാണ് ന്യായാധിപന്മാർ 18:7 രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ് എ ഗിലെയാദിൽ നിന്ന്, ബി ടൈറിൽ നിന്ന്, സി സീദോന്യരിൽ നിന്ന്. ഉത്തരം ഓപ്ഷൻ സി സീദോന്യരിൽ നിന്ന്. ചോദ്യം, മഹനേദാൻ എന്തിന് പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നാണ് ന്യായാധിപന്മാർ 18:12 രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ് എ ഗിബയോന് പടിഞ്ഞാറ്, ബി കിരിയാത്ത് യെയാറിമിന് പടിഞ്ഞാറ്, സി ബത്ഷമഷിന് പടിഞ്ഞാറ്. ഉത്തരം ഓപ്ഷൻ ബി കിരിയാത്ത് യെയാറിമിന് പടിഞ്ഞാറ്. ചോദ്യം, പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായി തീർന്നത് ആരാണ്? ഓപ്ഷൻസ് എ മിക്ക നിയോഗിച്ച പുരോഹിതനും പുത്രന്മാരും, ബി ജോനാഥനും പുത്രന്മാരും, സി ഫിനെഹാസും പുത്രന്മാരും. ഉത്തരം ഓപ്ഷൻ ബി ജോനാഥനും പുത്രന്മാരും. ചോദ്യം, എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ലേവ്യൻ ആരെയാണ് യൂദായിലെ ബത്ലഹേമിൽ നിന്ന് സ്വീകരിച്ചത്? ഓപ്ഷൻസ് എ സുഹൃത്തിനെ, ബി ഉപനാരിയെ, സി വേലക്കാരനെ. ഉത്തരം ഓപ്ഷൻ ബി ഉപനാരിയെ. ചോദ്യം, ഇസ്രായേലരുടെ അല്ലാത്ത അന്യനഗരത്തിൽ നാം പ്രവേശിക്കരുത്. നഗരം ഏത്? ഓപ്ഷൻസ് എ ജബൂസ്, ബി ഗിബയ, സി ഗിലെയാദ്. ഉത്തരം ഓപ്ഷൻ എ ജബൂസ്. ചോദ്യം, തന്റെ വീട്ടിൽ യുവലേവിനെ കൊണ്ടുപോയതിനു ശേഷം വൃദ്ധൻ ആദ്യം എന്താണ് ചെയ്തത്? ഓപ്ഷൻസ് എ അവർ കാലു കഴുകി, ബി കഴുതകൾക്ക് തീറ്റ കൊടുത്തു, സി അയൽവാക്കക്കാരെയെല്ലാം വിളിച്ചുകൂട്ടി. ഉത്തരം ഓപ്ഷൻ ബി കഴുതകൾക്ക് തീറ്റ കൊടുത്തു. ചോദ്യം, ഗിബയ ഏതു ഗോത്രക്കാരുടെ പട്ടണമായിരുന്നു? ഓപ്ഷൻസ് എ ദാൻ, ബി യൂദ, സി ബെഞ്ചമിൻ. ഉത്തരം ഓപ്ഷൻ സി ബെഞ്ചമിൻ. ചോദ്യം, ദാൻ മുതൽ ബർഷബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ ഗിലെയാദ് ദേശക്കാരോടൊപ്പം ഏക മനസ്സോടെ കർത്താവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയത് എവിടെയാണ്? ഓപ്ഷൻസ് എ ഷെക്കമിൽ, ബി ബഥേലിൽ, സി മിസ്പായിൽ. ഉത്തരം ഓപ്ഷൻ സി മിസ്പായിൽ. ചോദ്യം, എത്ര ഘോരമായ തിന്മയാണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഇസ്രായേൽ ഗോത്രങ്ങൾ ദൂതന്മാരെ അയച്ച് ആരെയാണ് അറിയിച്ചത്? ഓപ്ഷൻസ് എ ഷീലോയിലെ പുരോഹിതന്മാരെ, ബി ബെഞ്ചമിൻ ഗോത്രത്തിലെങ്ങും, സി റാമ നിവാസികളെ. ഉത്തരം ഓപ്ഷൻ ബി ബെഞ്ചമിൻ ഗോത്രത്തിലെങ്ങും. ചോദ്യം, ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ബെഞ്ചമിൻ ഗോത്രക്കാർ എവിടെയാണ് ഒന്നിച്ചു കൂടിയത്? ഓപ്ഷൻസ് എ ജബൂസിൽ, ബി ഗിബയായിൽ, സി എഫ്രായിമിൽ. ഉത്തരം ഓപ്ഷൻ ബി ഗിബയായിൽ. ചോദ്യം, ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ഒന്നിച്ചുകൂടിയ ബെഞ്ചമിൻ ഗോത്രക്കാർക്കിടയിൽ ഇടത്ത് കയ്യന്മാരായ എത്ര പ്രഗത്ഭന്മാർ ആണ് ഉണ്ടായിരുന്നത്? ഓപ്ഷൻസ് എ 500, ബി 600, സി 700. ഉത്തരം ഓപ്ഷൻ സി 700. ചോദ്യം, ഇടം കയ്യന്മാരായ 700 പേർ എന്തു പേരിലാണ് പ്രഗത്ഭർ ആയിരുന്നത്? ഓപ്ഷൻസ് എ കവണക്കാർ, ബി വാളെടുക്കാൻ പോന്നവർ, സി അമ്പെയ്ത്തുകാർ. ഉത്തരം ഓപ്ഷൻ എ കവണക്കാർ. ചോദ്യം, ബെഞ്ചമിൻ ഗോത്രക്കാരും ഇസ്രായേൽക്കാരുമായുള്ള ആദ്യ യുദ്ധത്തിൽ വിജയിച്ചത് ആരാണ്? ഓപ്ഷൻസ് എ ഇസ്രായേൽക്കാർ, ബി ബെഞ്ചമിൻ ഗോത്രക്കാർ, സി ഫിലിസ്തീയർ. ഉത്തരം ഓപ്ഷൻ ബി ബെഞ്ചമിൻ ഗോത്രക്കാർ. ചോദ്യം, 3-ാം ദിവസം ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ പെരുവഴിയിലേക്ക് ആനയിക്കാൻ എവിടെയാണ് അണിനിരുന്നത്? ഓപ്ഷൻസ് എ ബാൽ താമാറിൽ, ബി നഗര കവാടത്തിൽ, സി ബഥേലിൽ. ഉത്തരം ഓപ്ഷൻ എ ബാൽ താമാറിൽ. ചോദ്യം, ഇസ്രായേൽക്കാരും പതിയിരിപ്പുകാരും അടയാളമായി പട്ടണത്തിൽ എന്തു ചെയ്യാമെന്നാണ് പറഞ്ഞു ഒത്തിരുന്നത്? ഓപ്ഷൻസ് എ വലിയ പുകപടലം ഉയർത്തണമെന്ന്, ബി കാഹളം മുഴക്കണമെന്ന്, സി ഉച്ചത്തിൽ അട്ടഹസിക്കണമെന്ന്. ഉത്തരം ഓപ്ഷൻ എ വലിയ പുകപടലം ഉയർത്തണമെന്ന്.
ചോദ്യം, ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞപ്പോൾ എത്ര പേരാണ് മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടത്? ഓപ്ഷൻസ് എ 600 പേർ, ബി 500 പേർ, സി 800 പേർ. ഉത്തരം ഓപ്ഷൻ എ 600 പേർ. ചോദ്യം, ബഥേലിൽ വന്ന് സായാഹ്നം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത് ആരാണ്? ഓപ്ഷൻസ് എ ഇസ്രായേൽക്കാർ, ബി ബെഞ്ചമിൻ ഗോത്രക്കാർ, സി ഗിലെയാദ് നിവാസികൾ. ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേൽക്കാർ. ചോദ്യം, യാബേഷ് ഗിലെയാദ് നിവാസികൾ കർത്താവിന്റെ മുൻപിൽ എവിടെ വെച്ച് നടത്തിയ സമ്മേളനത്തിനാണ് സന്നിഹിതരാകാതിരുന്നത്? ഓപ്ഷൻസ് എ ബഥേലിൽ കർത്താവിന്റെ സന്നിധിയിൽ, ബി മിസ്പായിൽ കർത്താവിന്റെ സന്നിധിയിൽ, സി ഷീലോയിൽ കർത്താവിന്റെ സന്നിധിയിൽ. ഉത്തരം ഓപ്ഷൻ ബി മിസ്പായിൽ കർത്താവിന്റെ സന്നിധിയിൽ. ചോദ്യം, യാബേഷ് ഗിലെയാദ് നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത എത്ര കന്യകമാരെയാണ് കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? ഓപ്ഷൻസ് എ 600 കന്യകമാരെ, ബി 400 കന്യകമാരെ, സി 800 കന്യകമാരെ. ഉത്തരം ഓപ്ഷൻ ബി 400 കന്യകമാരെ. ചോദ്യം, എവിടെയുള്ള യുവതികൾ നൃത്തം ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന് ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി ബെഞ്ചമിൻ ദേശത്തേക്ക് പോകുവിനെന്നാണ് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? ഓപ്ഷൻസ് എ ഷെക്കമിലെ യുവതികൾ, ബി ഷീലോയിലെ യുവതികൾ, സി യാബേഷിലെ യുവതികൾ. ഉത്തരം ഓപ്ഷൻ ബി ഷീലോയിലെ യുവതികൾ. ചോദ്യം, അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തരും എന്താണ് ചെയ്തിരുന്നത്? ഓപ്ഷൻസ് എ തമ്മിൽ യുദ്ധം ചെയ്തു, ബി തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തു, സി കർത്താവിനെ മറന്ന് ജീവിച്ചു. ഉത്തരം ഓപ്ഷൻ ബി തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തു. ചോദ്യം, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് യേശുവിനോട് പറഞ്ഞത് ആര്? ഓപ്ഷൻസ് എ ജനങ്ങൾ, ബി അപ്പസ്തോലന്മാർ, സി രോഗികൾ. ഉത്തരം ഓപ്ഷൻ ബി അപ്പസ്തോലന്മാർ. ചോദ്യം, നിങ്ങൾക്ക് എന്തുമാത്രം വിശ്വാസം ഉണ്ടെങ്കിലാണ് ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുമെന്ന് യേശു പറയുന്നത്? ഓപ്ഷൻസ് എ ഒരു ശിശുവിനോളം, ബി ഒരു മലയോളം, സി ഒരു കടുകുമണിയോളം. ഉത്തരം ഓപ്ഷൻ സി ഒരു കടുകുമണിയോളം. ചോദ്യം, ഒരു ഭൃത്യൻ ഉഴുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നമ്മളിൽ ആരെങ്കിലും എന്തു പറയുമോ എന്നാണ് യേശു ചോദിക്കുന്നത്? ഓപ്ഷൻസ് എ നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന്, ബി നീ വിശ്രമിച്ചോ എന്ന്, സി നിനക്ക് അല്പം ജലം നൽകട്ടെ എന്ന്. ഉത്തരം ഓപ്ഷൻ എ നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന്. ചോദ്യം, മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും. യേശു ഇത് പറഞ്ഞത് ആരോടാണ്? ഓപ്ഷൻസ് എ ജനങ്ങളോട്, ബി സദ്ദുക്കായരോട്, സി ശിഷ്യരോട്. ഉത്തരം ഓപ്ഷൻ സി ശിഷ്യരോട്. ചോദ്യം, എങ്ങനെയുള്ള മനുഷ്യൻ തന്റെ ജീവൻ നഷ്ടപ്പെടുത്തുമെന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ഓപ്ഷൻസ് എ ജീവൻ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവൻ, ബി ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ, സി മറ്റുള്ളവരുമായി രമ്യതപ്പെടാൻ മടിയുള്ളവൻ. ഉത്തരം ഓപ്ഷൻ ബി ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ. ചോദ്യം, ഫരിസയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പോയത് എവിടേക്കായിരുന്നു? ഓപ്ഷൻസ് എ വിജന സ്ഥലത്തേക്ക്, ബി ദേവാലയത്തിലേക്ക്, സി മലമുകളിലേക്ക്. ഉത്തരം ഓപ്ഷൻ ബി ദേവാലയത്തിലേക്ക്. ചോദ്യം, ഫരിസയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ഫരിസയൻ മറ്റു മനുഷ്യരെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? ഓപ്ഷൻസ് എ നീതിരഹിതരും ദൈവഭയമില്ലാത്തവരും, ബി അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമെന്ന്, സി വഞ്ചകരും അക്രമികളും ദുഷ്ടരുമെന്ന്. ഉത്തരം ഓപ്ഷൻ ബി അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമെന്ന്. ചോദ്യം, ഫരിസയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പ്രാർത്ഥിച്ചത് ആരാണ്? ഓപ്ഷൻസ് എ ചുങ്കക്കാരൻ, ബി ഫരിസേയൻ, സി ദേവാലയത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ. ഉത്തരം
ഓപ്ഷൻ ബി ഫരിസേയൻ. ചോദ്യം, ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ഫരിസേയന്റെ പ്രാർത്ഥനയിൽ താൻ ആഴ്ചയിൽ ചെയ്യുന്നതായി പറയുന്ന സുകൃതം എന്തായിരുന്നു? ഓപ്ഷൻസ് എ 3 പ്രാവശ്യം ദാനധർമ്മം ചെയ്യുന്നു, ബി 7 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു, സി 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ചോദ്യം, ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ചുങ്കക്കാരൻ എന്തിനു പോലും ധൈര്യപ്പെടാതെ പ്രാർത്ഥിച്ചുവെന്നാണ് യേശു അരുളി ചെയ്തത്? ഓപ്ഷൻസ് എ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ, ബി സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ, സി മുട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും ധൈര്യപ്പെടാതെ. ഉത്തരം ഓപ്ഷൻ എ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ. ചോദ്യം, ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ചുങ്കക്കാരന്റെ പ്രാർത്ഥന എന്തായിരുന്നു? ഓപ്ഷൻസ് എ ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ, ബി ദൈവമേ സ്വാർത്ഥനായ എന്നിൽ കനിയണമേ, സി ദൈവമേ ശുദ്ധനായ എന്നിൽ കനിയണമേ. ഉത്തരം ഓപ്ഷൻ എ ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ. ചോദ്യം, ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയത് ആര്? ഓപ്ഷൻസ് എ ജനങ്ങൾ, ബി ചുങ്കക്കാരൻ, സി ഫരിസേയൻ. ഉത്തരം ഓപ്ഷൻ ബി ചുങ്കക്കാരൻ. ചോദ്യം, അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. ആര്? ഓപ്ഷൻസ് എ നിക്കോദേമോസ്, ബി സക്കേവൂസ്, സി നിയമജ്ഞർ. ഉത്തരം ഓപ്ഷൻ ബി സക്കേവൂസ്. ചോദ്യം, അവിടെ സക്കേവൂസ് എന്നു പേരായ ഒരാൾ ഉണ്ടായിരുന്നു. എവിടെ? ഓപ്ഷൻസ് എ ഗലീലിയിൽ, ബി ജെറീക്കോയിൽ, സി സമരിയായിൽ. ഉത്തരം ഓപ്ഷൻ ബി ജെറീക്കോയിൽ. ചോദ്യം, യേശുവിനെ കാണാനായി സക്കേവൂസ് കയറിയിരുന്ന മരത്തിന്റെ പേരെന്ത്? ഓപ്ഷൻസ് എ ഒലിവ്, ബി അത്തി, സി സിക്കമോർ. ഉത്തരം ഓപ്ഷൻ സി സിക്കമോർ. ചോദ്യം, സക്കേവൂസ് വേഗം ഇറങ്ങി വരിക എന്ന് യേശു പറഞ്ഞപ്പോൾ സക്കേവൂസ് എന്ത് ചെയ്തു? ഓപ്ഷൻസ് എ അവൻ ഭയന്ന് അവിടെ തന്നെ ഇരുന്നു, ബി അവൻ സംശയിക്കപ്പെട്ട് താഴേക്ക് ഇറങ്ങി വന്നു, സി അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഉത്തരം ഓപ്ഷൻ സി അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ചോദ്യം, വഞ്ചിച്ചെടുത്തിട്ടുള്ള സ്വത്തിന് സക്കേവൂസ് താൻ എപ്രകാരം പരിഹാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് യേശുവിനോട് പറഞ്ഞത്? ഓപ്ഷൻസ് എ 6 ഇരട്ടിയായി തിരിച്ചു കൊടുത്തുകൊണ്ട്, ബി 2 ഇരട്ടിയായി തിരിച്ചു കൊടുത്തുകൊണ്ട്, സി 4 ഇരട്ടിയായി തിരിച്ചു കൊടുത്തുകൊണ്ട്. ഉത്തരം ഓപ്ഷൻ സി 4 ഇരട്ടിയായി തിരിച്ചു കൊടുത്തുകൊണ്ട്. ചോദ്യം, സക്കേവൂസിനെ ആരുടെ പുത്രൻ എന്നാണ് യേശു വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ് എ അബ്രാഹത്തിന്റെ പുത്രൻ, ബി നീതിമാന്റെ പുത്രൻ, സി ദൈവത്തിന്റെ പുത്രൻ. ഉത്തരം ഓപ്ഷൻ എ അബ്രാഹത്തിന്റെ പുത്രൻ. ചോദ്യം, യേശുവിന്റെ പരസ്യജീവിത കാലത്ത് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ച വ്യക്തി ആര്? ഓപ്ഷൻസ് എ വീട്ടുടമസ്ഥൻ, ബി ധനികനായ യുവാവ്, സി സക്കേവൂസ്. ഉത്തരം ഓപ്ഷൻ സി സക്കേവൂസ്. ചോദ്യം, ജെറുസലേമിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പായി യേശു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ അരുളി ചെയ്ത ഉപമ ഏത്? ഓപ്ഷൻസ് എ മുന്തിരിത്തോട്ടത്തിന്റെ ഉപമ, ബി 10 നാണയത്തിന്റെ ഉപമ, സി ന്യായാധിപന്റെയും വിധവയുടെയും ഉപമ. ഉത്തരം ഓപ്ഷൻ ബി 10 നാണയത്തിന്റെ ഉപമ. ചോദ്യം, ഉള്ളതുപോലും ആരിൽ നിന്നെടുക്കപ്പെടും എന്നാണ് യേശു പഠിപ്പിക്കുന്നത്? ഓപ്ഷൻസ് എ സമ്പന്നനിൽ നിന്ന്, ബി പാപിയിൽ നിന്ന്, സി ഇല്ലാത്തവനിൽ നിന്ന്. ഉത്തരം ഓപ്ഷൻ സി ഇല്ലാത്തവനിൽ നിന്ന്. ചോദ്യം, യേശു വിലപിച്ചത് ഏത് പട്ടണത്തെ കണ്ടപ്പോഴാണ്? ഓപ്ഷൻസ് എ ജെറുസലേം, ബി സമരിയ, സി കഫർനാം. ഉത്തരം ഓപ്ഷൻ എ ജെറുസലേം. ചോദ്യം, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്ന
പഴയ നിയമ പുസ്തകം ഏത്? ഓപ്ഷൻസ് എ സുഭാഷിതങ്ങൾ, ബി സങ്കീർത്തനങ്ങൾ, സി പ്രഭാഷകൻ. ഉത്തരം ഓപ്ഷൻ ബി സങ്കീർത്തനങ്ങൾ. ചോദ്യം: യേശുവിനെ ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനായിട്ടാണ് ചാരന്മാരെ അയച്ച് യേശുവിന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ യഹൂദ നേതാക്കന്മാർ അവസരം കാത്തിരുന്നത്? ഓപ്ഷൻസ് എ ശത്രുക്കൾക്ക്, ബി വിരോധികൾക്ക്, സി ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും. ഉത്തരം ഓപ്ഷൻ സി ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും. ചോദ്യം: സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് ചോദിച്ച യഹൂദചാരന്മാരോട് യേശു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട നാണയത്തിന്റെ പേര്? ഓപ്ഷൻസ് എ ഷെക്കൽ, ബി ഒരു ദനാറ, സി ലക്ച. ഉത്തരം ഓപ്ഷൻ ബി ഒരു ദനാറ. ചോദ്യം: നീതിമാന്മാരെന്ന് ഭാവിച്ച ചാരന്മാർക്ക് ആരുടെ സാന്നിധ്യത്തിൽ വെച്ച് യേശുവിനെ വാക്കിൽ കൊടുക്കാനാണ് സാധിക്കാതിരുന്നത്? ഓപ്ഷൻസ് എ ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച്, ബി ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച്, സി രോഗികളുടെ സാന്നിധ്യത്തിൽ വെച്ച്. ഉത്തരം ഓപ്ഷൻ ബി ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച്. ചോദ്യം: ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരന്റെ ഭാര്യയെ സ്വീകരിച്ച് അവന് വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് ആര്? ഓപ്ഷൻസ് എ അബ്രാഹാം, ബി ഏലിയ, സി മോശ. ഉത്തരം ഓപ്ഷൻ സി മോശ. ചോദ്യം: മുന്തിരിത്തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമയിൽ ഉടമസ്ഥൻ തോട്ടം ആരെ ഏൽപ്പിച്ചിട്ടാണ് പോയത്? ഓപ്ഷൻസ് എ ദാസന്മാരെ, ബി കൃഷിക്കാരെ, സി സുഹൃത്തുക്കളെ. ഉത്തരം ഓപ്ഷൻ ബി കൃഷിക്കാരെ. ചോദ്യം: യേശുവിന്റെ നാമനിമിത്തം ശിഷ്യന്മാരെ എല്ലാവരും ദ്വേഷിക്കുമെങ്കിലും ശിഷ്യന്മാരുടെ എന്തുപോലും നശിച്ചു പോവുകയില്ല എന്നാണ് യേശു അറിയിക്കുന്നത്? ഓപ്ഷൻസ് എ ധൈര്യം നശിച്ചു പോവുകയില്ലെന്ന്, ബി ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ലെന്ന്, സി ശക്തി നശിച്ചു പോവുകയില്ലെന്ന്. ഉത്തരം ഓപ്ഷൻ ബി ഒരു തലമുടി ഇഴ പോലും നശിച്ച് പോവുകയില്ലെന്ന്. ചോദ്യം: പെസഹ തിരുനാളിന്റെ മറ്റൊരു പേരെന്ത്? ഓപ്ഷൻസ് എ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ, ബി ഫലങ്ങളുടെ തിരുനാൾ, സി ബലി തിരുനാൾ. ഉത്തരം ഓപ്ഷൻ എ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ. ചോദ്യം: പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നത് ഏത് സമയത്താണ്? ഓപ്ഷൻസ് എ പെസഹ അടുത്തപ്പോൾ, ബി രോഗസൗഖ്യം നൽകിയ നാളുകളിൽ, സി പാപികൾക്കൊപ്പമായിരുന്നപ്പോൾ. ഉത്തരം ഓപ്ഷൻ എ പെസഹ അടുത്തപ്പോൾ. ചോദ്യം: 12 അപ്പസ്തോലന്മാരിൽ ആരിലാണ് സാത്താൻ പ്രവേശിച്ചത്? ഓപ്ഷൻസ് എ ശിമയോനിൽ, ബി യോഹന്നാനിൽ, സി യൂദാസിൽ. ഉത്തരം ഓപ്ഷൻ സി യൂദാസിൽ. ചോദ്യം: ഗത്സമനിയിൽ വെച്ച് യേശുവിനെ ബന്ധിക്കാനായി വന്നവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ എന്തെല്ലാം? ഓപ്ഷൻസ് എ വാളും വടിയും, ബി വടിയും കുന്തവും, സി വാളും പരിചയും. ഉത്തരം ഓപ്ഷൻ എ വാളും വടിയും. ചോദ്യം: ഗത്സമനിയിൽ വെച്ച് യേശു തന്നെ ബന്ധിക്കാൻ വന്നവരോട് താൻ എല്ലാ ദിവസവും എവിടെയായിരുന്നപ്പോൾ തന്നെ പിടിച്ചില്ല എന്നാണ് ചൂണ്ടിക്കാട്ടിയത്? ഓപ്ഷൻസ് എ നിങ്ങൾക്കിടയിലായിരുന്നപ്പോൾ, ബി ജനക്കൂട്ടത്തിനിടയിലായിരുന്നപ്പോൾ, സി ദേവാലയത്തിൽ ആയിരുന്നപ്പോൾ. ഉത്തരം ഓപ്ഷൻ സി ദേവാലയത്തിൽ ആയിരുന്നപ്പോൾ. ചോദ്യം: യേശു ശിഷ്യന്മാരോട് അവർ ആരെപ്പോലെ ആകരുത് എന്നാണ് നിർദ്ദേശിച്ചത്? ഓപ്ഷൻസ് എ വിജാതീയരെ പോലെ, ബി അവിശ്വാസികളെ പോലെ, സി ശത്രുക്കളെ പോലെ. ഉത്തരം ഓപ്ഷൻ എ വിജാതീയരെ പോലെ. ചോദ്യം: യേശുവിനെ ക്രൂശിക്കാനായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം പീലാത്തോസ് വിട്ടയച്ച കുറ്റവാളി ആരായിരുന്നു? ഓപ്ഷൻസ് എ യൂദാസ്, ബി ബറാബാസ്, സി 2 കള്ളന്മാരിൽ ഒരുവൻ. ഉത്തരം ഓപ്ഷൻ ബി ബറാബാസ്. ചോദ്യം: കാൽവരിയിലേക്കുള്ള യാത്രയിൽ യേശുവിനെ കുരിശ് ചുമന്ന് സഹായിച്ച ശിമയോൻ ഏത് നാട്ടുകാരനായിരുന്നു? ഓപ്ഷൻസ് എ അരിമത്തിയാക്കാരൻ, ബി ജെറീക്കോക്കാരൻ, സി കിറേനേക്കാരൻ. ഉത്തരം ഓപ്ഷൻ സി കിറേനേക്കാരൻ.
ചോദ്യം: വിചാരണ വേളയിൽ യേശുവിനോട് പലരും ചോദിച്ചെങ്കിലും അവിടുന്ന് നിന്ന് ഒരു ഉത്തരവും ലഭിക്കാത്ത ഭരണാധികാരി ആര്? ഓപ്ഷൻസ് എ പിലാത്തോസ്, ബി ഹെറോദേസ്, സി പ്രധാന ആചാര്യന്റെ സംഘം. ഉത്തരം ഓപ്ഷൻ ബി ഹെറോദേസ്. ചോദ്യം: തിളങ്ങുന്ന വസ്ത്രം ധരിച്ച അവർ എവിടെയാണ് പ്രത്യക്ഷപ്പെട്ടത്? ഓപ്ഷൻസ് എ വഴിയരികിൽ, ബി യേശുവിന്റെ കല്ലറയ്ക്കരികെ, സി ഗ്രാമത്തിൽ. ഉത്തരം ഓപ്ഷൻ ബി യേശുവിന്റെ കല്ലറയ്ക്കരികെ. ചോദ്യം: യേശു ഉയർത്തെഴുന്നേറ്റതറിഞ്ഞ് ആദ്യം കല്ലറയ്ക്കൽ ഓടിച്ചെന്ന ശിഷ്യനാര്? ഓപ്ഷൻസ് എ ക്ലയോപാസ്, ബി പത്രോസ്, സി യോഹന്നാൻ. ഉത്തരം ഓപ്ഷൻ ബി പത്രോസ്. ചോദ്യം: എന്ത് ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു? ഓപ്ഷൻസ് എ വിശുദ്ധ ലിഖിതങ്ങൾ, ബി ദൈവകൽപ്പനകൾ, സി അനുതാപത്തിന്റെ സുവിശേഷം. ഉത്തരം ഓപ്ഷൻ എ വിശുദ്ധ ലിഖിതങ്ങൾ. ചോദ്യം: യേശു ശിഷ്യഗണത്തിന് പ്രത്യക്ഷനായപ്പോൾ അവൻ അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു. എന്താണ് ഭക്ഷിച്ചത്? ഓപ്ഷൻസ് എ ഒരു കഷണം വറുത്ത മീൻ, ബി അപ്പവും മീനും, സി 5 അപ്പം. ഉത്തരം ഓപ്ഷൻ എ ഒരു കഷണം വറുത്ത മീൻ. ചോദ്യം: രക്ഷയുടെ സദ്വാർത്തയെന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻസ് എ ജീവന്റെ ജലത്തെ, ബി രക്ഷയുടെ മാർഗത്തെ, സി സത്യത്തിന്റെ വചനത്തെ. ഉത്തരം ഓപ്ഷൻ സി സത്യത്തിന്റെ വചനത്തെ. ചോദ്യം: സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവർ ആരാണ്? ഓപ്ഷൻസ് എ ദൈവം, ബി പരിശുദ്ധാത്മാവ്, സി വിശുദ്ധർ. ഉത്തരം ഓപ്ഷൻ എ ദൈവം. ചോദ്യം: അത് പ്രവർത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. പൗലോസ് ഇപ്രകാരം പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഓപ്ഷൻസ് എ വിശ്വാസത്തെ കുറിച്ച്, ബി രക്ഷയെ കുറിച്ച്, സി ക്രിസ്തുവിനെ കുറിച്ച്. ഉത്തരം ഓപ്ഷൻ ബി രക്ഷയെ കുറിച്ച്. ചോദ്യം: ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നത് ആരിലാണ്? ഓപ്ഷൻസ് എ ക്രിസ്തുവിൽ, ബി പിതാവായ ദൈവത്തിൽ, സി പരിശുദ്ധാത്മാവിൽ. ഉത്തരം ഓപ്ഷൻ എ ക്രിസ്തുവിൽ. ചോദ്യം: ക്രിസ്തുവിന്റെ രഹസ്യത്തെക്കുറിച്ച് പൗലോസിന് ലഭിച്ച ഉൾക്കാഴ്ച അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിവാക്കപ്പെട്ടത് ആരാലാണ്? ഓപ്ഷൻസ് എ പരിശുദ്ധാത്മാവിനാൽ, ബി ക്രിസ്തുവിനാൽ, സി സഹോദര ശിഷ്യന്മാരാൽ. ഉത്തരം ഓപ്ഷൻ എ പരിശുദ്ധാത്മാവിനാൽ. ചോദ്യം: വിശ്വാസം വഴി എഫേസോസുകാരുടെ ഹൃദയങ്ങളിൽ ആര് വസിക്കണമെന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്? ഓപ്ഷൻ എ സഭ, ബി ക്രിസ്തു, സി ദൈവം. ഉത്തരം ഓപ്ഷൻ ബി ക്രിസ്തു. ചോദ്യം: മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി. അവൻ ആര്? ഓപ്ഷൻസ് എ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, ബി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ക്രിസ്തു, സി ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്ത ക്രിസ്തു. ഉത്തരം ഓപ്ഷൻ സി ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്ത ക്രിസ്തു. ചോദ്യം: പരിശുദ്ധാത്മാവ് ഏതു ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കി എന്നാണ് പൗലോസ് അപ്പസ്തോലൻ പറയുന്നത്? ഓപ്ഷൻസ് എ അന്ത്യകാല ദിനത്തിനു വേണ്ടി, ബി ഉയർപ്പിന്റെ ദിനത്തിനു വേണ്ടി, സി രക്ഷയുടെ ദിനത്തിനു വേണ്ടി. ഉത്തരം ഓപ്ഷൻ സി രക്ഷയുടെ ദിനത്തിനു വേണ്ടി. ചോദ്യം: വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതീയരെ ബാധിച്ചിരിക്കുന്നത് എന്ത്? ഓപ്ഷൻസ് എ അശുദ്ധത, ബി അജ്ഞത, സി തിന്മ. ഉത്തരം ഓപ്ഷൻ ബി അജ്ഞത. ചോദ്യം: എന്തിനുള്ള ആഹ്വാനമാണ് എഫേസോസ് 5:2 പൗലോസ് അപ്പസ്തോലൻ നൽകുന്നത്? ഓപ്ഷൻസ് എ സ്നേഹത്തിൽ ജീവിക്കാനുള്ള ആഹ്വാനം, ബി സഹനത്തിൽ ജീവിക്കാനുള്ള ആഹ്വാനം, സി വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ആഹ്വാനം. ഉത്തരം ഓപ്ഷൻ എ സ്നേഹത്തിൽ ജീവിക്കാനുള്ള ആഹ്വാനം. ചോദ്യം: ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി എന്ത് ചെയ്യാനാണ് പൗലോസ് അപ്പസ്തോലൻ ഉപദേശിക്കുന്നത്? ഓപ്ഷൻസ് എ പരസ്പരം അനുസരണയുള്ളവരായിരിക്കുവാൻ, ബി പരസ്പരം വിധേയരായിരിക്കാൻ, സി പരസ്പരം ബഹുമാനമുള്ളവരായിരിക്കാൻ. ഉത്തരം ഓപ്ഷൻ ബി പരസ്പരം വിധേയരായിരിക്കാൻ. ചോദ്യം:
അവിവേകികളെ പോലെ ആകാതെ എങ്ങനെ ജീവിക്കാൻ ശ്രദ്ധിക്കാനാണ് പൗലോസ് അപ്പോസ്തലൻ ആഹ്വാനം ചെയ്യുന്നത്? ഓപ്ഷൻസ് എ ബുദ്ധിയുള്ളവരെ പോലെ, ബി ജ്ഞാനികളെ പോലെ, സി വിവേകികളെ പോലെ. ഉത്തരം ഓപ്ഷൻ സി വിവേകികളെ പോലെ. ചോദ്യം: ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ, നല്ല പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം ലഭിക്കുന്നത് ആരിൽ നിന്നാണ്? ഓപ്ഷൻസ് എ യജമാനനിൽ നിന്ന്, ബി കർത്താവിൽ നിന്ന്, സി പരിശുദ്ധാത്മാവിൽ നിന്ന്. ഉത്തരം ഓപ്ഷൻ ബി കർത്താവിൽ നിന്ന്. ചോദ്യം: ആത്മീയ സമരത്തിൽ നാം എടുക്കേണ്ട ആത്മാവിന്റെ വാൾ ഏത്? ഓപ്ഷൻസ് എ ദൈവഭയം, ബി ദൈവസ്നേഹം, സി ദൈവവചനം. ഉത്തരം ഓപ്ഷൻ സി ദൈവവചനം. ചോദ്യം: സ്നേഹത്തിൽ ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന പൗലോസ് അതിന് മാതൃകയാക്കുന്നത് ആരെയാണ്? ഓപ്ഷൻസ് എ സഹോദരരെ, ബി സഭയെ, സി ക്രിസ്തുവിനെ. ഉത്തരം ഓപ്ഷൻ സി ക്രിസ്തുവിനെ. ചോദ്യം: എഫേസോസ് 4:29 എഴുതുക. ഉത്തരം: നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. ചോദ്യം: എഫേസോസ് 5-ാം 20-21 വാക്യങ്ങൾ എഴുതുക. ഉത്തരം: എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ.